ഹലോ, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമുക്ക് ഈ അടിപൊളി ഓർഗനൈസറാണ് ഇന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ളത്. ഇതിൽ ഫുള്ള് മടക്കാണ് കേട്ടോ. ഈ മടക്കൊക്കെ കണ്ട് നമ്മൾ പണ്ട് തോണി ഉണ്ടാക്കിയതൊക്കെ ഓർമ്മ വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ. പിന്നെ ഏത് കളേഴ്സ് എടുക്കുമ്പോഴും ഇതിന് പ്രത്യേകിച്ച് അളവ് പറയുമ്പോൾ ഒരു 20 സെൻറ്റിമീറ്ററാണ് ഞാനിവിടെ ഈ ഒരു ബ്ലൂ കളർ ഷീറ്റ് എടുക്കുന്നത്. ഞാനിവിടെ സ്കൈ ബ്ലൂ വൈറ്റും ആ ഒരു കോമ്പിനേഷനാണ് ട്രൈ ചെയ്യുന്നത്. നേരത്തെ ഞാനൊരു ഗ്രീനും വൈറ്റും കോമ്പിനേഷനിൽ ഒരു ട്രയൽ ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നുമെങ്കിലും ശരിക്കും വളരെ ഈസിയാണ് കേട്ടോ. ഈ കാണുന്ന പോലെ അങ്ങോട്ട് ചെയ്താൽ മതി. ഇതിൻ്റെ മടക്കൊക്കെ എങ്ങനെയാണ് പറഞ്ഞു തരുമെന്ന് എനിക്ക് യാതൊരുവിധ ഐഡിയ ഇല്ല. 4 കോർണറും സെൻറ്ററിലേക്ക് മടക്കുക, അപ്പോൾ വീണ്ടും സ്ക്വയർ ആവും. അതിനെ നമ്മൾ ഒരു റെക്ടാങ്കിളാക്കി മടക്കുന്നു, വീണ്ടും മടക്കുന്നു. ഈ പ്രൊസീജിയർ തന്നെയാണ് വീണ്ടും വീണ്ടും മടക്കുക, നിവർത്തുക, ഒട്ടിക്കുക, മടക്കുക, നിവർത്തുക, ഒട്ടിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതുപോലെ ബോക്സ് ആവും. നിങ്ങൾക്ക് സമാധാനത്തിൽ ചെയ്താൽ മതി, തിരക്കൊന്നും വേണ്ട കേട്ടോ. അതിനുശേഷം നമുക്ക് വൈറ്റ് പേപ്പറിൻ്റെ പണിയാണ്. ഇത് ഒട്ടിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഒട്ടിക്കണം. ഈ മടക്കൊക്കെ കഴിഞ്ഞ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ ഒന്ന് സെറ്റായി നിന്നോളും. പിന്നെ ഈ ഒരു വൈറ്റ് പേപ്പറിൻ്റെ നീളവും വീതിയൊക്കെ ഒരു 15 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ അളവിൽ ചെയ്താൽ അതിനകത്ത് അടിപൊളിയായി സെറ്റായി നിൽക്കും. അളവ് കൃത്യമായിരിക്കണം കേട്ടോ, അപ്പോഴേ അതൊന്ന് സെറ്റായി നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ വലുതും ചെറുതുമായിട്ട് ഒരു കണക്ഷൻ ഇല്ലാതെ പോവും. അതുപോലെ 2 എണ്ണം ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഡെക്കറേഷൻ പരിപാടിക്ക് പൂവ് എന്നൊക്കെ പറയാം, ആ ഒരു ഷേപ്പിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ സ്കെച്ച് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസൊക്കെ വരച്ചു കൊടുത്താൽ മതി. ഏതാണെങ്കിലും ഭംഗിയുണ്ടാവും കേട്ടോ. സാധനം നമുക്ക് കറക്റ്റായിട്ട് സെറ്റാവും. ഇത് വെറുതെ ഒന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ. എല്ലാം സെറ്റായപ്പോൾ ഫ്രണ്ടിലൊരു ഡെക്കറേഷൻ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. എല്ലാം സെറ്റായപ്പോൾ ആകെ ഒരു ലുക്കായിട്ടുണ്ട് കേട്ടോ. നേരിട്ട് കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇത് ഡെസ്ക് ഡെക്കറോ ഓർഗനൈസറോ ഡ്രോയറോ എന്ത് വേണേലും വിളിക്കാം. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എവിടെയും മിസ്സാക്കാതെ സൂക്ഷിച്ച് വെക്കാൻ ഇത് നല്ല യൂസ് ആയിരിക്കും. പൊതുവേ ചെറിയ ചെറിയ സാധനങ്ങൾ തിരിയുന്ന ശീലം നമുക്ക് കൂടുതലാണല്ലോ. ആ ശീലം ഒന്ന് ഇത് കാരണം മാറ്റിയെടുക്കുക. ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഡെക്കറേഷൻ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേഞ്ച് ചെയ്യാം കേട്ടോ. ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമല്ല, സേഫ്റ്റി പിന്നോ സ്ലൈഡോ ക്ലിപ്പോ ബൺസോ എന്ത് വേണമെങ്കിലും ഇതിനകത്ത് സെറ്റായി നിന്നോളൂ. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് 2 എണ്ണം മാത്രമല്ല കേട്ടോ, 3 എണ്ണോ 4 എണ്ണോ 5 എണ്ണം വരെ നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം ഒരുപാട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ ക്രാഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് അതിന് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഒരു 5 എണ്ണം വരെ ചെയ്തോ. കാരണം നമുക്ക് ഡെസ്കിന് മുകളിലൊക്കെ ഒരുപാട് സാധനങ്ങൾ കിടക്കുന്നുണ്ടാകും. ഷാർപ്നറോ ഇറേസറോ തുടങ്ങിയ സാധനങ്ങൾ, അതെല്ലാം ഇതിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വൃത്തിയായി കിടക്കും. പിന്നെ നമുക്ക് തിരയേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ചെറിയ സാധനം ആയതുകൊണ്ട് ക്യൂട്ടായിരിക്കും. മിനി ഡെസ്ക് ഡെക്കറായിട്ട് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സക്സസ് ആയ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.